എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കോൺഷ്യസ് ആവുന്ന ഒരു കാര്യമാണ് പുതിയ വേർഡ്സ് യൂസ് ചെയ്യുന്ന ഒരു കാര്യം അല്ലേ. വൊക്കാബുലറി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് കുഞ്ഞു ക്ലാസ് മുതൽ നിങ്ങൾ പഠിച്ചെടുക്കുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. അതിന് പുറമേക്ക് വീണ്ടും വീണ്ടും കുറേ വേർഡ്സ് പഠിച്ചിട്ടാണ് നമ്മൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് ഓഫ് വേർഡ്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇനി വേർഡ്സ് നിങ്ങൾക്ക് ഓരോ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ അറിയാത്ത മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. കംപ്ലീറ്റ് ആയിട്ട് കാണാം, മുഴുവനായിട്ട് കാണാൻ, ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. യെസ്, അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഈ ഒരു കാര്യമാണ് പറയുന്നുണ്ടായിരിക്കാം. യെസ്, ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ വൊക്കാബുലറി സെറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് പറയുന്നുണ്ടാവും കേട്ടോ. ഫസ്റ്റ് വൺ, റീഡ് എവറി ഡേ. എല്ലാ ദിവസവും പുസ്തകം വായിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ സ്റ്റോറീസ് ആവാം, കുട്ടി കുട്ടി സ്റ്റോറീസ് ആവാം, എന്തുമാവട്ടെ, വായിക്കുന്ന ഒരു കുട്ടിക്ക് ഇത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് വേർഡ്സ് പുതുതായിട്ട് പരിചയപ്പെടാൻ പറ്റും അല്ലേ. നമ്മൾ വായിക്കുമ്പോൾ തന്നെയാണ് പുതുതായിട്ട് വേർഡ്സ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ റീഡ് എവറി ഡേ എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അത് എന്തോ ബുക്കും ആവട്ടെ, ഒരു ചെറിയ തിന്നായിട്ടുള്ള ബുക്കായാലും ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് വായിച്ചാൽ തന്നെയാണ് നിങ്ങൾക്ക് പുതിയ വേർഡ്സ് കിട്ടുകയുള്ളൂ. യെസ്, അപ്പോൾ അതാണ് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ വായന എന്ന് പറയുന്നത്, റീഡിങ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ അല്ലേ. യെസ്, ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കീപ്പ് എ വൊക്കാബുലറി നോട്ട്ബുക്ക്. ഇത് നിങ്ങൾക്ക് നെസസറി ആണെന്ന് പറയില്ല. നല്ല മെമ്മറി പവർ ഉള്ള കുട്ടികളുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യണത് മിസ് പറഞ്ഞുതരാം. ഇനി അഥവാ മറന്നു പോകുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഒരു വൊക്കാബുലറി നോട്ട്ബുക്ക് ഇതിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പുതുതായിട്ട് പഠിക്കുന്ന വേർഡ്സ് ഒരു ബുക്കിൽ, ഒരു കുഞ്ഞ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബുക്കൊക്കെ എടുത്ത് അതിലേക്ക് പുതിയ വേർഡ്സ് ആഡ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നും വായിച്ച് അത് റിവൈസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതൊരു എക്സ്ട്രാ ഒരു സ്റ്റഡി എന്ന് ഫീൽ ചെയ്യാതെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറയാം. നിങ്ങളത് പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങളൊരു വേർഡ് പഠിക്കുന്നു, ആ ഒരു വേർഡ് നിങ്ങൾ പിന്നെ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വൊക്കാബുലറി ബുക്ക് എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. നിങ്ങൾക്കത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ നല്ല ഭംഗിക്കൊക്കെ അങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുക, വെറുതെ ഭംഗിക്ക് കൊണ്ടുപോകാമെന്ന് മാത്രമല്ല, അതുപോലെ തന്നെ നമ്മൾ എത്ര വേർഡ്സ് ഒരു വീക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു മന്ത് കൊണ്ടോ പഠിച്ചു എന്നുള്ളത് നമ്മൾ അറിയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു. അടുത്തതാണ് ലിസൺ ആൻഡ് ലേൺ എന്ന് പറയുന്നത്. നിങ്ങൾ കേൾക്കുക. അപ്പോൾ മ്യൂസിക് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് സോങ് ആവാം, അല്ലെങ്കിൽ മൂവീസ് ആയിരിക്കും. ബെസ്റ്റ് ഓപ്ഷനാണ് മൂവീസ് ആൻഡ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളത് കേൾക്കുമ്പോൾ എന്താണ്, ഇപ്പോൾ വീഡിയോസ് ആവട്ടെ, നിങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ നോക്കുമ്പോൾ ഇംഗ്ലീഷിലുള്ളതാണെന്ന് വെച്ചാൽ കൂടുതൽ കാണാനും കേൾക്കാനും നോക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, കേൾക്കുന്നത് വഴി നമുക്ക് കുറേ വൊക്കാബുലറീസ് പാസീവായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ചില വേർഡ്സ് നമുക്ക് സ്ട്രൈക്ക് ചെയ്യും. ഓക്കെ, ഈ വേർഡിൻ്റെ മീനിങ് എന്താ നമ്മൾ ചിലപ്പോൾ നോക്കും. അപ്പോൾ ലേൺ ചെയ്യാനും നമ്മൾ തുടങ്ങും. ഓക്കെ, അപ്പോൾ അങ്ങനെ ലിസൺ ആൻഡ് ലേൺ എന്ന് പറഞ്ഞ ബെസ്റ്റ് മെത്തേഡാണ്. നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി നിങ്ങൾക്ക് പറയാനാവുന്ന രീതിയിൽ, അതായത് സ്പോക്കൺ ഇംഗ്ലീഷ് എന്നുള്ളത് പാസീവായിട്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇൻസ്റ്റിൽ ആവും. യെസ്, അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ലിസൺ ആൻഡ് ലേൺ. ഇതിൻ്റെ കൂടെ തന്നെ അത് സംസാരിച്ചും കൂടെ നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് യൂസ് ന്യൂ വേർഡ്സ് ഇൻ ഡെയിലി ലൈഫ്. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ഓൾറെഡി സിമ്പിളായിട്ടുള്ളൊരു വേർഡ് അറിയാം. ഇപ്പോൾ കൺഫ്യൂസ്ഡ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഈ കൺഫ്യൂസ്ഡ് എന്നുള്ള വേർഡിനെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലിൽ ബാഫിൾഡ് എന്ന് പറയാം. അത് നമുക്ക് എങ്ങനെ അറിയാം, നമ്മളത് കേട്ടോ അല്ലെങ്കിൽ വായിച്ചോ കിട്ടിയിട്ടുള്ള ഒരു അറിവായിരിക്കും. ഈ ബാഫിൾഡ് എന്നുള്ള വേർഡ് നിങ്ങൾ കൺഫ്യൂസ്ഡ് എന്ന് നിങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് അതിനെ റീപ്ലേസ് ചെയ്യുക, ഈ പറയുന്ന ബാഫിൾഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ്, നിങ്ങൾ ആ വേർഡ് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്ത് തുടങ്ങി. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫെമിലിയാരിറ്റി ആ ഒരു വേർഡുമായിട്ട് വരും. സോ നിങ്ങൾ മറക്കാനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ വേർഡ് നിങ്ങൾ ഡെയിലി കോൺവെർസേഷനിൽ കൊണ്ടുവരാനായിട്ടും പറ്റും. നാച്ചുറലി അത് പറ്റും. കോൺഷ്യസ്ലി നമ്മൾ ആദ്യം തുടങ്ങുമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പറയുമ്പോൾ അയ്യോ ഞാനിതിങ്ങനെ പറഞ്ഞു തുടങ്ങും, ഞാനിതിങ്ങനെ എനിക്ക് ഈ വേർഡ് ഇവിടെ യൂസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ആദ്യം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്നും ടെൻഷൻ ആവേണ്ട. പതുക്കെ അത് നിങ്ങൾ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ അത് തനിയെ നിങ്ങളുടെ വായിൽ വന്നോളും. ഓക്കെ, അപ്പോൾ അതാണ് നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ലേൺ എ ഫ്യൂ വേർഡ്സ് എവറി ഡേ. ഇത് എല്ലാവർക്കും പറ്റുന്നതല്ല. ഓക്കെ, ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആണെന്ന് മിസ് പറയില്ല. കാരണം ചിലർക്ക് ഇതൊരു അധിക പഠനമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും, ഒരു എക്സ്ട്രാ സ്റ്റഡി എന്നുള്ള സാധനം ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ഒരു ദിവസം ഒരു കുറച്ച് വേർഡ്സ് പഠിച്ചു വയ്ക്കുക. ഇതാണ് മിസ് നേരത്തെ പറഞ്ഞ ഓപ്ഷണൽ ആയിട്ടുള്ള ആ വൊക്കാബുലറി ബുക്കിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും വർക്ക് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം നമ്മൾ കൺസിസ്റ്റൻസി ഇല്ലാത്ത കുറേ കുട്ടികളുണ്ടാവും അല്ലേ. പകുതിക്ക് വെച്ച് നല്ല രസത്തിൽ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ പകുതിക്ക് വെച്ച് നിന്ന് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ വഴിക്ക് വരണമെന്നില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞ മെത്തേഡൊക്കെ ചെയ്താൽ മതി. പക്ഷേ ഒരു ദിവസം ഫ്യൂ വേർഡ്സ് നിങ്ങൾ നോക്കി വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചില വേർഡ്സ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടാവും. ആ വേർഡ്സ് നോക്കി വെക്കുക. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുന്നതാണ്. ഫ്യൂ വേർഡ്സ് നിങ്ങൾ നോട്ട് ചെയ്യുക ഓരോ ദിവസം, എന്നിട്ട് അത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, എങ്ങനെയാണെങ്കിലും നിങ്ങളിപ്പോൾ ഇതിൽ ഏത് മെത്തേഡ് ചെയ്താൽ പോലും
യു ഷുഡ് പ്രാക്ടീസ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ റിവ്യൂ റെഗുലർലി എന്നുള്ള കാര്യമാണ് ലാസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, എന്തൊക്കെ ആവട്ടെ, നമ്മൾ ലിസൺ ചെയ്തു, ലേൺ ചെയ്തു, ദാറ്റ്സ് ഗുഡ്. പക്ഷേ അതെന്ത് ചെയ്യണം? റിവ്യൂ ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ റെഗുലർലി നമ്മളത് യൂസ് ചെയ്യണം. ഓക്കെ, ഡെയിലി ലൈഫിലേക്ക് അത് ആഡ് ഓൺ ചെയ്യണം. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് വൊക്കാബുലറി നമുക്ക് ഫ്ലറിഷ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ വേർഡ് ഞാൻ ഇവിടെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിനെ പറ്റി ഒരു അറിവുണ്ടാക്കി വെക്കുക എന്ന് പറയുന്നത്. സോ എൻ്റെ കുട്ടികളെല്ലാവരും എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ ഏറ്റവും ആപ്റ്റായിട്ട് തോന്നുന്നത് ഏത് മെത്തേഡാണ്? ചിലർക്ക് കേട്ട് പഠിക്കുന്നതായിരിക്കും, ചിലർക്ക് ബുക്ക് വായിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് ഫ്യൂ വേർഡ്സ് നമ്മൾ ഈ കോൺഷ്യസ്ലി പിക്ക് ചെയ്തിട്ട് ആ ഒരു വൊക്കാബുലറി ബുക്കിൽ എഴുതി വെച്ച് അങ്ങനെ പഠിക്കുന്ന ആളുകളുണ്ടാവും. എങ്ങനെയൊക്കെ ആണെങ്കിലും ഡെയിലി കോൺവെർസേഷനിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഏത് മെത്തേഡാണ് നിങ്ങൾക്ക്, ലിസൺ ആണോ റീഡ് ആണോ എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് നിങ്ങളുടെ വൊക്കാബുലറി ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് മിസ് നിൽക്കുന്നത്. അപ്പോൾ അടുത്ത യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ ബൈ, താങ്ക് യു.